ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും എല്ലാ ലോകസുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എനിക്ക് സുഖമാണ്. മക്കളുടെ എല്ലാം കമൻസ് ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്. ലോകാ സമസ്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മനുഷ്യർ മാത്രമല്ല, ഈ അഖണ്ഡം മൊത്തം നിറയുന്ന മനുഷ്യർ മാത്രമല്ല, ഇതിലെല്ലാം അകപ്പെടും. നദിയും കാറ്റും എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ, ജീവജാലങ്ങളും എല്ലാ സമസ്തവും അഖണ്ഡം മൊത്തവും ഉള്ള എല്ലാ രാജ്യങ്ങളും എല്ലാം അതാണ്. അല്ലാതെ ലോകാ സമസ്ത എന്ന് പറയുമ്പോൾ സർവ്വതും എന്തൊക്കെ നമ്മൾ കാണുന്നു അതെല്ലാത്തിനും സുഖം ഭവിക്കണം. അതാണ് ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്. അല്ല കുറച്ച് മനുഷ്യർ മാത്രമല്ല, എല്ലാം അതിൽ ഉൾപ്പെടും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. നമുക്കിന്ന് ധ്രുവചരിതമാണ് വായിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സപ്താഹങ്ങൾക്ക് മിക്കവാറും കേൾക്കുന്നതാണ് ധ്രുവചരിതം. അതുകൊണ്ട് നമുക്ക് വായിച്ചു പോകാം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറയാം ചില ഭാഗങ്ങൾ വരുമ്പോൾ. എല്ലാവർക്കും നമസ്കാരം. ധ്രുവനെ, അതായത് ഉത്താനപാദ മഹാരാജാവിൻ്റെ മൂത്ത ഭാര്യ സുനീതിയും രണ്ടാമത്തെ സുരുചിയും. അത് സുനീതിയുടെ മകനാണ് ധ്രുവൻ. സുരുചിക്ക് ഉത്തമൻ. അപ്പം രണ്ട് മക്കൾ രണ്ട് തള്ളയിലായിട്ടുണ്ട്. പക്ഷെ ധ്രുവൻ്റെ ചരിതം പറയാനുള്ള കാരണം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. സാമ്യമില്ലാതെ മനുസുതന്മാരുടെ കാമ്യ ചരിത്രങ്ങൾ ഇങ്ങനെ കേവലം ചൊല്ലി പുനരധർമ്മ അപത്യ വിസ്തൃതി ചൊല്ലിക്കഴിഞ്ഞേൻ. മനുസുതന്മാരുടെ ചൊല്ലഴും വൃത്താന്തം ഒട്ട് ചുരുക്കി ഞാൻ ചൊല്ലുന്നതുണ്ട്, അത് കേട്ടുകൊള്ളുക എങ്കിലോ. കഥ പറയുവാണ്. സ്വയംഭുവന് തനേരിരുവരുണ്ടായി. അതിൽ മുമ്പൻ പ്രിയവ്രതൻ തന്നെ വൃത്താന്തം ഒട്ടൊട്ട് പഞ്ചമസ്കന്ധത്തിൽ ഉക്തമായിടും. ഇളയവൻ തന്നെ പുത്രസന്താനം ഇവിടെ പറയുന്നത് ഉത്താനപാദ പ്രസിദ്ധ നാമാവൻ. ഉത്താനപാദൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ പേര്, നാമം ഉത്താനപാദൻ എന്നാണ്. അതായത് മൂത്തവൻ എന്താ, രണ്ട് മക്കളുള്ളതിൽ ഇപ്പോൾ ഇവിടെ ഉത്താനപാദൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. രണ്ട് മക്കളുള്ളതിൽ പ്രിയവ്രതനാണ് മൂത്തയാൾ. അത് പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഇത് ഉത്താനപാദൻ്റെ കഥ. തന്നുടെ പത്നി സുനീതി മുന്നേവൾ. തന്നെ ഈ ഉത്താനപാദൻ്റെ ഭാര്യ സുനീതി മുന്നേവൾ പോൽ മൂത്തവൾ. പിന്നേവൾ സുന്ദരിയായ സുരുചിയും തന്നീ മണികൾ ഇരുവരും പെറ്റ് ഓരോ നന്ദനന്മാരും ഉണ്ടായി ചമഞ്ഞിടിനാർ. പുത്രൻ സുരുചിജൻ ഉത്തമനായ അത് അത്യുത്തമനാം ധ്രുവൻ സുനീതി സുതൻ. സുരുചിയുടെ മകൻ ഉത്തമനാണ്. സുരുചിജൻ അത് സുരുചിയുടെ മകൻ ഉത്തമനാണ്. എന്നാലോ അത്യുത്തമനാണ് ധ്രുവൻ. ആരാ? സുനീതിയുടെ സുതൻ. സുനീതിയുടെ മകൻ അത്യുത്തമനുമാണ്. പൃഥ്വിപതിക്ക് സുരുചിയും പുത്രനും എത്രയും ഇഷ്ടരായുള്ളൂ. നിരന്തരം എപ്പോഴും ഇഷ്ടം കൂടുതൽ ആരോടാ? സുരുചിയോടും അവരുടെ മകനോടുമാണ്. തൽസുതന്മാർ ചെറുതായി കളിക്കുന്ന നാൾ ഉത്താനപാദനാം ഉത്തമ ഭൂവരൻ രത്നസിംഹാസനേ രാജസഭാന്തരേ പത്നി സുരുചിയുമായിരിക്കും വിധൗ. ഉത്താനപാദൻ എന്നിങ്ങനെ രാജാവാണ്. രത്നസിംഹാസനത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് സുരുചിയും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് വന്നു നൃപൻ മടി തന്നിലേറിയിടിനാൻ. അന്യൂന കൗതുകമോടും സുരുചിജൻ. അത് സുരുചിയുടെ മകൻ സന്തോഷത്തോടെ പിതാവിൻ്റെ മടിയിൽ വന്നിരിക്കാൻ കഴിഞ്ഞു.
തന്നുള്ളഴിഞ്ഞു കുഴഞ്ഞു നൃപതിയും സന്തോഷത്തോടെ മകനെ ലാളിക്കുന്നു. നന്ദനെ പരിപാലിച്ചു ഇരിക്കുമ്പോൾ ഈ ഉത്തമനെ, അതായത് സുരുചിയുടെ മകനെ നന്നായി സ്നേഹിച്ചും ലാളിച്ചും ഇരിക്കുന്ന സമയത്ത് ചെമ്മേ കളിച്ചു നടക്കും സുനീതിജൻ നിർമ്മലനാം ധ്രുവനും പോന്നു വന്നുടൻ. നിർമ്മലനായിരിക്കുന്ന കുട്ടി ധ്രുവൻ അത്യുത്തമനാണ്. അവനും അവിടേക്ക് കളിച്ച് നടന്ന് അവിടെ ചെന്നു, പിതാവിൻ്റെ അടുക്കൽ ചെന്നു. മന്നവൻ തൻ മടി തന്നിലേറിയിടുവാൻ തന്നുള്ളിൽ ഉടരും ആശയാ സന്നിധോ. അത്രത്തോളം ആഗ്രഹത്തോടുകൂടി തന്നുള്ളിലൂടെയും ആശയ ആഗ്രഹിച്ച് കുട്ടി സുരുചിയുടെ മകൻ അവിടെ ഇരിക്കുമ്പോൾ ഈ കുട്ടിക്കും അച്ഛൻ്റെ മടിയിലിരുന്നാൽ കൊള്ളാം എന്ന് വിചാരിച്ച് അത്രത്തോളം ആഗ്രഹത്തോട് ചെന്ന് പിതാവിനടക്ക് ചെന്ന് നിന്നു. സന്നിധവും നിന്നുഴലുന്നവൻ തന്നെ നൃപവരൻ അന്നേരം ആദരിയാകിയാൽ അങ്ങ് അവൻ മന്ദാഷം ഉൾക്കൊണ്ട് ഇളിഭ്യം കലർന്നു ഭൂമണ്ഡലം കാൽനഖം കൊണ്ട് ഊന്നീ തുലോം. അപ്പോൾ അത്രത്തോളം സ്നേഹിച്ച് ആർത്തി പൂണ്ട് പിതാവിൻ്റെ ഒക്കെ ചെന്ന് നിൽക്കുക, മടിയിലിരിക്കാനുള്ള ആർത്തി. പക്ഷേ അവിടെ എന്തു വന്നു? നിന്ന് ഉഴലാനേ പറ്റുള്ളൂ. പിതാവ് മൈൻഡ് ചെയ്തില്ല. തന്നുള്ളിലൂടെ ആശയ സന്നിധവും നിന്ന് ഉടലുന്നവൻ അത്ര വിഷമിച്ച് നിന്നപ്പോൾ നിർഭവൻ അന്നേരം ആദരിച്ചില്ല. മകനെ എന്താ വന്നതെന്നൊരു ചോദ്യം പോലും ചോദിച്ചില്ല, തൊട്ടില്ല, തലോടിയില്ല, ലാളിച്ചില്ല. കുഞ്ഞെന്ത് ചെയ്ത്? വിഷമിച്ച് നാണിച്ച് എളിഭ്യനായി ഒന്നും മിണ്ടാൻ വയ്യാതെ ഇങ്ങനെ. അതിനെ കുഞ്ഞല്ലേ, ആഗ്രഹം സാധിക്കാതെ പിതാവൊന്നും മിണ്ടിയാലും മതിയായിരുന്നു, അതുപോലും ചെയ്യാതെ കണ്ടപ്പോൾ കുട്ടി നാണിച്ചിട്ട് എളിഭ്യനായിട്ട് എന്ത് ചെയ്തു? കാൽനഖം കൊണ്ട് ഭൂമിയിലൊക്കെ ഇങ്ങനെ ഉരച്ചൊരച്ച് നിന്നു. ഭൂമണ്ഡലം കാൽനഖം കൊണ്ട് ഊന്നിത്തുലും. ഒരു വല്ലായ്മ വരുമ്പം കുട്ടികൾക്കുണ്ടാകുന്ന, കുട്ടികൾക്കൊന്നും മാത്രമല്ല, എളിഭ്യത വരുമ്പോൾ ചിലർക്ക് ചില കാര്യങ്ങൾ എങ്ങനെ വരും. ഖിന്നനായി നിന്നു തിരുമി തിരുമി ആ കണ്ണീർ പൊഴിഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. അത്രത്തോളം സങ്കടം കുട്ടിക്ക്, ഉള്ളം വിഷമിച്ചു, അവിടെ നിന്നു. ചൊന്നാൾ അത് കണ്ടിരുന്ന സുരുചിയും, അവിടെ പിതാവിൻ്റെ ഈ ഭർത്താവിൻ്റെ അടുക്കലിരിക്കുന്ന സുരുചി പറയുന്നു, ഉണ്ണി കരയുന്നത് എന്തിനു നീ വൃഥ? നിന്നുള്ളിൽ എന്തഭിപ്രായമെന്ന് ഇങ്ങനെ നിന്ന് ഉടന്നാൽ അത് വന്നു കൂടിയിടുമോ? നീ ഇങ്ങനെ നിന്ന് വിഷമിച്ച നിന്റെ ഉള്ളിൽ ആകെ നടക്കുമോ? നിന്നുടെ മാതാവിനോട് അങ്ങ് ചെന്നു നീ ചൊന്നാൽ അവളത് സാധ്യമാക്കും ദൃഢം. ഇതിൻ്റെ അമ്മയുടെ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ അത് സാധിച്ചു തരും. മന്നവൻ എൻ മകൻ തൻ പിതാവായ അതങ്ങ് അന്യായമായി നിന്നിതിനെന്തു കാരണം? മന്നവൻ്റെ അടുക്കൽ, രാജാവിൻ്റെ അടുക്കൽ എൻ്റെ മകനുണ്ട് പിതാവിൻ്റെ അടുക്കൽ, അത് അന്യമായി നിന്നതിന് നീ അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാരണം? എൻ്റെ മകനുണ്ടല്ലോ പിതാവിൻ്റെ മടിയിലിരിക്കാൻ. നിന്നെ തൊടുകയില്ലല്ലോ നരവരൻ നിന്നിനിക്കാലം പഴുതേ കഴിക്കൊല. നീ എന്തിനാ വെറുതെ സമയം പോക്കുന്നത്? എന്തിനാ നിന്നെ തൊടുക പോലുമില്ല. എൻ്റെ മകനുണ്ട് മടിയിൽ നിന്ന് സന്തോഷിക്കാനും ലാളിക്കാനൊക്കെ. വന്ന് ഭൂപാലകൻ തന്നെ തൊടായ ചെന്ന അകലത്ത് പോയി നിന്ന് കരക നീ. മന്നവോ ഉത്സംഗമേറിടുവാൻ എൻ മകൻ എന്നിയേ മറ്റൊരു യോഗ്യരില്ലാരുമേ. പിതാവിൻ്റെ, രാജാവിൻ്റെ മടിയിലിരിക്കാൻ എൻ്റെ മകനെ പോലെ യോഗ്യത മറ്റാർക്കുമില്ല. നിന്നുള്ളിൽ അതിനാഗ്രഹമെങ്കിലോ ചെന്ന് നാരായണൻ തന്നെ ഭജിക്ക നീ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അവർ അഹങ്കാരിയാണെങ്കിലും ആ പറഞ്ഞ വാക്ക് ഒരു സത്യമായി വന്നു. ഭഗവാനെ ഭജിച്ചാൽ എന്ത് സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. അവരുടെ വായിന്ന് വന്നൊരു വാക്ക്, പക്ഷെ അത് സത്യമാണത്. ഭഗവാനെ ഭജിച്ചാൽ ഒരു കാര്യവും അസാധ്യമല്ല എന്നുള്ളതാണ്. സാക്ഷാൽ ജഗന്മയനായ നാരായണൻ സാക്ഷിഭൂതൻ പദപങ്കജം മാനസേ ചേർത്ത് നിരന്തരം ധ്യാനിച്ചിരിക്ക. സർവാത്മാ ജഗൽ ഗുരു താൻ പ്രസാദിപ്പോളം, നമ്മൾ ഭഗവാന്റെ പ്രസാദം കിട്ടുവോളം നമ്മൾ ഭഗവാന്റെ ഒക്കെ ഇരുന്നോണം. തൽ പ്രസാദത്താൽ അനുഗ്രഹിച്ചിടുകിൽ അപ്പോൾ ഉടൻ ഇഞ്ഞു പോന്ന് വന്ന് എന്നുട ഗർഭാശയത്തിങ്കൽ നിന്നിഹ ഭൂമിയിൽ ഉത്ഭവിക്കണം. എന്നാൽ ഇതമായി വരും. അങ്ങനെ പറ്റൂ. പ്രാർത്ഥിച്ച് അവിടുത്തെ കൃപ കിട്ടുമ്പോൾ നീ അന്ന് എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്ന് ഭൂമിയിൽ ജനിക്കണം. അപ്പോൾ നിൻ്റെ ഇഷ്ടം ശരിയാവും, ഇതമായി വരും.
പോക പുനരതല്ലാതെ നിർവാസനം വാഴുകയിൽ ആശയുണ്ടാകില്ല, അത് വരാ, അല്ലാതെ നീ ആശിക്കണ്ട, കിട്ടത്തില്ല. കേഴാതെ രാജസഭയിൽ നിന്നൂഴിയിൽ വീഴാതെ തൊട്ടുപോകാതെ നിർവനയും ദൂരെ നില്ലെന്നവൾ ആശു ചൊല്ലുന്നൊരു ക്രൂര വചസ്സുകൾ കേട്ട് ഭൂപാലനും പാരം അകം നൊന്തു. പിതാവിൻ്റെ അകം നൊന്ത്, നട്ടലില്ല, അകം നൊന്ത്. ഇന്നും അതാണ് ഒരുപാട്, നൂറിലൊരു 80% പുരുഷന്മാർ ഇന്നാ നട്ടലില്ലാത്തവരാ. അതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അത് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പാരം അകന്നൊന്ത് സാരസ്യവാണിയിൽ ചേരും അനുരാഗവും ഒരു രോഷവും. അദ്ദേഹത്തിന് ഉള്ള നൊന്തിട്ട് ഈ പറഞ്ഞ വാക്കുകളെല്ലാം ചേരും. അനുരാഗവും ഉണ്ട്, എന്നാൽ ഒരു രോഷവും ഉണ്ട്. ഈ സ്ത്രീയെന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ സ്ത്രീയെ കളയാനും വയ്യ, എന്നാൽ അദ്ദേഹത്തിന് ഉള്ളം പിടയ്ക്കുകയും ചെയ്യുന്നു. അവിടെ രോഷവും വരുന്നു. ഇത് അവ ചേരും അനുരാഗവും ഒരു രോഷവും കൂടി കലർന്ന് നിൻ മാനസതാരിൻ്റെ കാഠിന്യം എത്രയും എന്ന് നോക്കിയിടിനാൻ. എന്നാൽ ഈ നട്ടലില്ലെങ്കിൽ പുരുഷന്മാർക്ക് ഉള്ളം നൊന്നുകൊണ്ട് ഉള്ളത് ചിന്തിക്കും, ഈ സുരുചി ആരാണ്, ഇവക്കുള്ള ക്രൂര വചസ്സുകളെ കേട്ടപ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള പുരുഷന്മാരായ എല്ലാവർക്കും അതറിയാം. പക്ഷേ എങ്ങനെ നീണ്ടു പോകണ്ടേ, ജീവിതം മുമ്പോട്ട് പോകണ്ടേ, അത് കരുതി പുരുഷന്മാരങ്ങ് ക്ഷമിക്കുക. കൂടുതലും ഈ 180% ആണുങ്ങളും പുരുഷന്മാർ സ്ത്രീകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയും ജീവിച്ച് പോകണമല്ലോ എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് ഉള്ള നൊന്ത് തന്നെയാണ് പുരുഷന്മാർക്ക്, അത്രമാത്രം ടെൻഷനും ഉണ്ട് അതിനു വേണ്ടി. അപ്പോൾ അങ്ങനെ കാഠിന്യം എത്രയെന്ന് നോക്കി, എത്രയായാലും അങ്ങനെയല്ലേ, സ്വന്തം മകനല്ലേ സുനീതിയുടെ മകൻ. അപ്പോൾ അതിന് എത്രമാത്രം പിതാവ് നൊന്തു, ഉള്ളത്തി പടയ്ക്കാതിരിക്കത്തില്ല. പക്ഷെ ഇതെന്ത് സംഭവിക്കുന്നു, അപ്പോഴും സുരുചിയെടുത്താണ് ഇയാൾക്ക് ഇഷ്ടം. അത് അവിടെ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയാൽ എന്ത് ചെയ്യും? മാൻ നേർമിഴിത്തയ്യലാളതേതും ബഹുമാനിയാതെ മരുവിടിനാൾ കൂടവേ. ഇങ്ങയുടെ ഈ രോഷമോ അല്ലെങ്കിൽ ഈ വിഷമോ ഇതൊന്നും അവൾ മാനിച്ചില്ല. ഭർത്താവിനെ ചിന്തിച്ചതുപോലുമില്ല. കാരണം അത്രമാത്രം ഉണ്ട് അഹങ്കാരം, ഹുങ്ക്. എത്തുമായാലും ഞാനാണല്ലോ, വേണമെങ്കിൽ ഉത്താനപാതനെ വേണമെങ്കിൽ തന്നെ എന്നെ നോക്കിക്കൊണ്ടാൽ മതി, എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ, ഇയാൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ നിന്നാൽ മതിയടി എന്നുള്ള സ്ത്രീകൾ വരുമ്പോൾ എന്ത് ചെയ്യും? പുരുഷന്മാർ തോറ്റു കൊടുത്തല്ലേ പറ്റൂ. ബാലൻ ധ്രുവനും പിതാവിൻ വിവശങ്ങൾ ആലോകനേന സുരുചി പ്രഭാവമാം ശൂലമുനകൾ ഏറ്റ് ആശു തിരിഞ്ഞു തൽക്കാലേ പുനരതിദീനഭാവത്തോടും കണ്ണുനീരോലക്കരഞ്ഞു കരഞ്ഞു പോയി ചെന്ന് മാതാവ് തൻ മുന്നിൽ വീണീടിനാൻ. അങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ, സുനീതയുടെ മുമ്പിൽ എങ്ങനെ ചെന്നു? ഈ കാഠിന്യം എത്രയും ഉള്ള ഈ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ, അത് മാത്രമല്ല ഈ സ്ത്രീ ഭർത്താവിനെ ബഹുമാനിക്കുന്നതുമില്ല. ഇതെല്ലാം മനസ്സിലാക്കും, കുഞ്ഞിനെ അറിയാമല്ലോ. ഇങ്ങനെ ബാലനാണെങ്കിലും ഈ ധ്രുവൻ ഈ പിതാവിൻ്റെ വിവശങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കുട്ടിക്ക് മനസ്സിലാകുന്നു. അതാ വിവശങ്ങൾ ആലോകനേന. അത് ചിന്തിച്ചിട്ട് എന്തുവന്ന്? സുരുചിയുടെ പ്രഭാവമാ ശൂലമുനകളേറ്റ ആശ തിരിഞ്ഞ്, ഇത് ഈ ശൂലം കുത്തിത്തറയ്ക്കുന്ന ഹൃദയത്തിൻ്റെ അത്രമാത്രം കുത്തിത്തറക്കുന്ന വേദനയോടുകൂടി പിതാവിൻ്റെ വിഷമങ്ങളും കണ്ട് ഇത് എങ്ങനെ പോയി? കാലേ പുനരതിദീനഭാവത്തോട് എന്നിട്ട് കണ്ണുനീരോലെ കരഞ്ഞ് പോയി ചെന്ന് മാതാവ് തൻ മുന്നിൽ വീണിടിനാൻ. കുട്ടിയെന്ന് മുമ്പിൽ ചെന്ന് വീണു. എന്തു ചെയ്യും? അങ്ങനെയല്ലേ പറ്റൂ. കുഞ്ഞുങ്ങൾക്ക് എന്തറിയാനാ? അവർക്ക് നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് എല്ലാം തുല്യമായി കാണും. അവിടെ ഉത്താനപാദൻ്റെ മറ്റേ മകനെന്നോ ഇങ്ങാരെന്നോ ഇന്നൊന്നും കുട്ടിക്കില്ല. സുരുചിയും അമ്മ തന്നെയാണ്, സുനീതിയും അമ്മയാണ്, ഉത്തമനായ സുരിയുടെ മകനും അവൻ്റെ സഹോദരനാണ്, പിതാവും എല്ലാം തുല്യമായിട്ട് നിർമ്മലമായ ഹൃദയമുള്ളവർ കാണുകയുള്ളൂ. അതുകൊണ്ട് ഖിന്നനായി വീണു കരഞ്ഞഴൽ തേടിന നന്ദനനെ കണ്ടു മാതാ സുനീതിയും ചെന്നുടൻ ഏറ്റം പരിഭ്രാന്ത ചേതസാ. നന്ദനൻ അമ്മതൻ പാതേ നമിച്ചപ്പോൾ മനിടത്തിങ്കേന്നു വാരിയെടുത്തഹോ. കുഞ്ഞ് വന്ന് വീണു കരഞ്ഞപ്പോൾ മാതാവിനുണ്ടാകുന്ന സങ്കടം, പരിഭ്രാന്തമായി അവരുടെ മനസ്സ്, എന്താ പറ്റിയത് എൻ്റെ കുഞ്ഞിന്? അപ്പോൾ ചെന്ന് അമ്മ തൻ പാതയെ നമിച്ചു. അപ്പോൾ എന്തുവന്നു? മനിടത്തിങ്കേന്ന് വാരിയെടുത്തഹോ. അങ്ങനെ മാറിലണച്ചോ പുണർന്ന് തച്ചേറും പൊടിയും നയന സലിലവും കണ്ണുനീരും ദേഹത്ത് തറയിൽ കിടക്കുന്ന പൊടിയും
ദേഹത്ത് അതെല്ലാം പാരാതെ മന്ദമന്ദം തുടച്ച് ഏറ്റവും ചാരുതര അംഗം ആരോപ്യ ആദരാൽ അവരുടെ മടിയിൽ ഇരുത്തി കുഞ്ഞിനെ. അച്ഛൻ്റെ മടിയിൽ ഇരുന്നില്ലെങ്കിൽ എന്താ, അമ്മയുടെ മടിയിൽ അവർ അത്രമാത്രം അച്ഛൻ്റെ അമ്മയുടെ കൂടെ സ്നേഹം ഒത്തം കൊടുക്കും. അമ്മയല്ലേ, അമ്മ നിർമ്മലമായ സ്ത്രീയല്ലേ. അതുകൊണ്ട് പാരാതെ മന്ദം ഇതൊക്കെ തുടച്ച് കുഞ്ഞിനെ കണ്ണുനീരൊക്കെ പതുക്കെ തുടച്ച് സ്നേഹത്തോട് വാത്സല്യത്തോടു കൂടി തുടച്ച് ചേറും പൊടിയൊക്കെ കളഞ്ഞ് ചാരുതര അംഗം മടിയിൽ ആരോപ്യ ആദരാൽ മൂർധനി മുകർന്ന് ചോദിച്ചാൾ പരവശാൽ. മൂർധനി തലയിലെല്ലാം മുത്തം കൊടുത്ത് മുകർന്ന് കെട്ടിപ്പിടിച്ച് ചോദിക്കുന്നു പരവശാല, എന്താ കുഞ്ഞിന് എന്ത് പറ്റി? ആർത്തനായി എന്തിനു നീ കരഞ്ഞിടുന്നു? നീ എന്തിനാ മകനെ കരയുന്നത്? സങ്കടം എന്തു നിനക്കുളവായത്? ഒന്ന് എങ്കൽ നിന്ന അച്ഛനെ കാൺമതിനല്ലയോ നീ മുതിർന്നിപ്പോൾ എന്തിനായിക്കൊണ്ട്? ഇത് അത്യാമോദമോട് കണ്ടില്ലേ പിതാവിനെ? ഇത്രേ ആർത്തി കൊണ്ട് നീ പോയിട്ട് നീ പിതാവിനെ കണ്ടില്ലേ മകനെ? ചൊല്ലെന്നവൾ ചൊന്ന് അത് കേട്ടവൻ പറയൂ മക്കളെ, എന്താ നിനക്ക് പറ്റിയത്? നീ പിതാവിനെ കണ്ടില്ലേ? നീ ആർത്തി കൊണ്ട് പോയിട്ട് കണ്ടില്ലേ? പറയൂ. അത് കേട്ടവൻ അല്ലൽ മുഴത്തഴും ഗൽഗത വാണികൾ ചൊല്ലിനാനങ്ങ് ഞാൻ ചെന്നളവ് എൻ പിതാവ് അല്ലലൊഴിഞ്ഞു സിംഹാസനേ വാഴുന്നു. ഞാനങ്ങനെ ചെന്നപ്പോൾ പിതാവ് വിഷമമൊന്നുമില്ലാതെ സന്തോഷത്തോടെ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. കല്യാണിനിയാകും അമ്മ സുരുചിയും തുല്യതരം ഇരിക്കുന്നു സഭാന്തരി. അപ്പോൾ കല്യാണി മംഗളമായിരിക്കുന്ന ഈ സ്ത്രീ, ഈ സുരുചി അമ്മ അവിടെ കൂടെ തന്നെ ആ സഭാന്തരി തന്നെ ഇരിപ്പുണ്ട്. മെല്ലെ മെല്ലെ കളിച്ചപ്പോൾ അങ്ങ് ഉടൻ ചെല്ലത്തുടങ്ങിനാൻ ഉത്തമനും. അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് അച്ഛനും സുരുചിയമ്മയും കൂടെ അങ്ങനെ ഇരുന്നപ്പോൾ മെല്ലെ മെല്ലെ കളിച്ച് ചെന്നു. ആരാണ്? ഉത്തമനും പിതാതുല്യമോതാൽ അവൻ തന്നെ എടുത്തു. ഇവർ കളിച്ച് ചെന്നപ്പോൾ പിതാവ് ഉത്തമനെ എടുത്ത് മോതാൽ അവൻ തന്നെ എടുത്ത് സന്തോഷത്തോടുകൂടി തന്നെ എടുത്ത് ചാഞ്ചല്യം ഒഴിഞ്ഞ് മടിയിൽ വച്ച് ആദരാ നല്ലവണ്ണം കളിപ്പിച്ചിരിക്കുന്നത് അങ്ങ് ഉള്ളം തെളിഞ്ഞു ഞാൻ കണ്ട അങ്ങ് ചെന്നതും കുട്ടിയെ ഈ ഉത്തമനെ എടുത്ത് തന്ത ആദരിച്ച് സന്തോഷത്തോടെ അത്രമാത്രം സ്നേഹത്തോടുകൂടി മടിയിലെടുത്ത് ഇരുത്തി ഞാൻ കണ്ടപ്പോൾ ഞാനും ചെന്ന് ഉള്ളം തെളിഞ്ഞ് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം ആ കുട്ടി എടുത്ത് വയ്ക്കുമ്പോൾ ഈ കുഞ്ഞിന് ഒരു വിഷമമല്ല, അത് കണ്ട് സന്തോഷിച്ചാണ് ഈ കുട്ടിയും ചെല്ലുന്നത്. എന്നെയും എൻ്റെ പിതാവ് ഇങ്ങനെ എടുത്ത് വെക്കുമല്ലോ, അല്ലാതെ ആ കുട്ടി എടുത്ത് വെച്ചുകൊണ്ടുള്ള അത്രമാത്രം സന്തോഷമുണ്ട്. നല്ലവണ്ണം കളിപ്പിച്ചിരിക്കുന്നത് അങ്ങ് ഉള്ളം തെളിഞ്ഞാണ് ഞാൻ കണ്ടത്. ആ കുട്ടിയെ എടുത്തു വെച്ച് അച്ഛൻ പിതാവ് ലാളിക്കുമ്പോൾ ഈ കുട്ടിയുടെ സന്തോഷം എന്താ? ആ കുട്ടിക്ക് മറ്റേ കുട്ടിയുടെ അനുഭവം ഈ കുട്ടിക്ക് വന്ന്, അതാണ് നിർമ്മലത്വം. മറ്റേ കുഞ്ഞിൻ്റെ ഉള്ളം സന്തോഷിക്കുന്നത് ഈ കുട്ടി അനുഭവിക്കുന്നു, ഉള്ളത്തിൽ കണ്ടു അതിൻ്റെ ആ സന്തോഷം. അതങ്ങനെ ഉള്ളം തെളിഞ്ഞ് ഞാൻ കണ്ട് ഞാനും ചെന്നു. കണ്ടതില്ലൻ പിതാവ് അപ്പോൾ അന്തികേ കണ്ടിഴിഞ്ഞേറ്റം ഉഴന്നു നിന്നേനകം. ഞാൻ അടുക്ക ചെന്നപ്പോൾ എൻ്റെ പിതാവ് എന്നെ കാണാത്തണക്ക് നിന്ന് കണ്ടില്ല. അപ്പോൾ ഞാൻ ഉഴന്നു, ഞാൻ വിഷമിച്ചു നിന്ന് അഹം ഞാനങ്ങനെ പിതാവിനടുക്കെ പോയി എൻ്റെ ഉള്ളം നന്നായി പ്രസാദിച്ച് തന്നെയാണ് പോയത്. പക്ഷേ പിതാവ് എന്നെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറി. അന്തികയെ ഇഴിഞ്ഞ് ഏറ്റം ഉഴന്നു നിന്നേനഹം. കണ്ടതില്ലേൻ പിതാവ്, എൻ്റെ പിതാവ് എന്നെ കണ്ടില്ല. കണ്ടെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുമല്ലോ, അതുപോലെ അങ്ങനെ കണ്ടിരുന്നോ ഒരു സുരുചിയാം അമ്മയും ഇണ്ടൽ മുഴുക്കുമാർ എന്നോട് ചൊല്ലിനാൾ. അമ്മ ഇണ്ടൽ മുഴുക്കുമാർ എന്നോട് പറഞ്ഞു, മണ്ടിവൻ എന്തിനു നീ നൃപസന്നിധവും കുണ്ഠത പൂണ്ടു നിന്നങ്ങുഴന്നിടുന്നു. പൈന്തേൻ മൊഴിതവ മാതാ സുനീതി തൻ അന്തികേ പോക. നീ എന്തിനു വൈകുന്നു? നീ നിന്റെ അമ്മയെടുക്കലേക്ക് പോകൂ. ഇവിടെ നിന്ന് എന്തിനാ നീ വൈകുന്നത്? ഇവിടെ നിന്ന് കുണ്ഠത കൊണ്ട് എന്തിനാ നിന്ന് ഇങ്ങനെ വിഷമിച്ചെന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ മാതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലൂ. രാജാവിന് എൻ മകനുണ്ട് അരികത്ത്, അതി തേജോനിധിയെയും വച്ചു കളഞ്ഞ് ഇനി നിന്നെ എടുക്കുമെന്ന് ഓർക്കൊല മാനസേ. തേജോനിധിയായ എൻ്റെ മകനുണ്ട് പിതാവിനടുക്കൽ, അതിനെ കളഞ്ഞിട്ട് നിന്നെ എടുക്കുമെന്ന് നീ ചിന്തിക്കണ്ട. നിന്നിലില്ലേതും നിർവൻ ഒരു കൗതുകം, നിന്നോടൊരു കൗതുകമൊന്നും നിന്നോടില്ല. നിന്നെ തൊടുകയുമില്ല നരവരൻ, നിന്നെ തൊടുകയുമില്ല. വന്ന് നൃപനെ തൊടാക നീയും ബലാൽ, നീ ചെന്ന് ബലാത്കാര്യമായിട്ട് പിതാക്കലോട് ചെല്ലണ്ട, തൊടണ്ട.
നിന്നുള്ളിൽ ഉണ്ട് നൃപാസനം വാഴ്വതിന് നങ് അഭിരുചി എന്ന് വരികിലോ ചെന്ന് തപസ്സു ചെയ്ത് ഇന്ദിരാ വല്ലഭൻ തൻ അനുകൂലതയാ വന്ന് സാദരം മൽപുത്രനായി വന്നിനിപ്പുറ നേടുകിൽ അപ്പോൾ ഇതിന് അവകാശമുണ്ടായി വരും. നീ ചെന്ന് ഇന്ദിരാവല്ലഭനെ ചെന്ന് തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം വരുമ്പോൾ എൻ്റെ പുത്രനെ വന്ന് എൻ്റെ ഉള്ളത്തിൽ നീ പിറന്നാൽ, എൻ്റെ ഉദരത്തിൽ നീ വന്ന് പിറന്ന് അപ്പോൾ നിന് അവകാശം വരും. ഈ പിതാവിൻ്റെ മടിയിലിരിക്കാനും രാജ്യാവകാശം എന്തിനും അവകാശം ഉണ്ടായി വരും. മറ്റതല്ലാതെ കണ്ട ആശ ഉണ്ടാകുമല്ല. അല്ലാതെ നീ ഒരാശ നിനക്ക് വേണ്ട, ആ ആശ നടക്കുകയില്ല. മുറ്റും ഭഗവൽ പദം ഭജിച്ചേടു നീ. അതൊരു നല്ല വാക്കാ. നീ ഭഗവാനെ ഭജിക്കാൻ ആരോടും പറയാം. എത്ര ആയാലും അതൊരു നല്ല വാക്കാ ആ സുരജിയുടെ വായിന്ന് വീണത്. കാരണം നീ ഭഗവാനെ ഭജിച്ചാൽ കിട്ടും നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നീ ആഗ്രഹിക്കേണ്ട, ഭഗവാനെ ഭജിക്കൂ. തെറ്റെന്ന് പോയിക്കൊള്ളുക, ദൂരത്ത് ചെന്ന് ഉറ്റു കരഞ്ഞുകൊള്ളുക എന്നിത്തരാദികൾ പെട്ടെന്ന് ചൊന്ന് അത് കേട്ട് അകതാരിടം ഞെട്ടിത്തിരിഞ്ഞു കരഞ്ഞു പോന്നേടിനെ. ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളം വിഷമിച്ചു. ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് ഞെട്ടിത്തിരിഞ്ഞ് കരഞ്ഞ് ഞാനിങ്ങ് പോരുന്നു. ഗൽഗതവാണികളാൽ ഇത് കൂട്ടുവന്ന് ഉൾക്കാമ്പഴിഞ്ഞ് പറഞ്ഞത് കേട്ടുടൻ ഇങ്ങനെ വിഷമിച്ച് ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ഇതെന്ത് കേട്ടു? ദുഃഖം കലർന്നു സുനീതി ചൊല്ലിടിനാൾ. ഒക്കും സുരുചി പറഞ്ഞത് ഓർത്തിടിനാൽ മറ്റവൾ ഇങ്ങനെ ചൊന്നത് ഭൂപതിക്ക് ഉറ്റകം ചേരുകയാൽ അത്രേ നിർണയം. ഇത്രയും അവൾ പറയണമെങ്കിൽ എന്താ സംഭവം? അവളുടെ മറ്റവൾ ഇങ്ങനെ ചൊന്നത്, അത് സുരുചി ഇങ്ങനെ പറഞ്ഞത് ഭൂപതിക്ക് രാജാവിന് ചേരുക ഇഷ്ടമുള്ളതുകൊണ്ട് അത്രയും നിന്നും. അത് അദ്ദേഹത്തിന് താല്പര്യമുള്ളതുകൊണ്ട് അല്ലെ പറയത്തില്ലല്ലോ. അയാൾക്ക് നട്ടലില്ല, അവളോടൊപ്പം ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണെന്ന് സുരുചി ഇങ്ങനെ പറഞ്ഞത് എന്ന് സുനീതിക്ക് മനസ്സിലായി. അപ്പം ദുഃഖം കാരണം സുനീതി പറയുന്നത് ഇങ്ങനെയാണ്. ദുഃഖം ഇല്ലാതിരിക്കത്തില്ലല്ലോ, പിതാവല്ലേ, കുഞ്ഞിൻ്റെ അത് മുമ്പേ ഉള്ള കുട്ടിയാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ കുട്ടികളുടെ സങ്കടമെല്ലാം കേട്ട് ദുഃഖം കാരണം സുനീതി പറഞ്ഞു. ഒക്കും സുരുചി പറഞ്ഞത് ഓർത്തിടിനാൽ, അവൾ പറഞ്ഞത് ഓർത്താൽ മറ്റവൾ ഇങ്ങനെ ചൊന്നത് ഭൂപതിക്ക് ഈ രാജാവിന് ഉറ്റാകം ചേരുക ഉള്ളം അവർ തങ്ങളിൽ ഒന്നാണ്. അത്രമാത്രം സുനീതിയെ വെറുത്തിട്ടും ആ വെറുപ്പ് കുഞ്ഞിനോടും ധ്രുവനോടും കാണിക്കുന്നത്. മറ്റവളോടാണെങ്കിലോ അകതാരിൽ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് സുരുചി പറഞ്ഞു. നമുക്ക് ബാക്കി അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.